അപ്പം മന്ത് എൻഡിൽ നമ്മൾ കൃത്യമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് എൻട്രീസ് ഡെയിലി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ എൻട്രീസ് എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡേറ്റ എൻട്രി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള വൗച്ചർ പ്രകാരമുള്ള എൻട്രീസ് എല്ലാം അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. കാരണം ഈ ഡേറ്റ എൻട്രി നമ്മൾ ഇടുന്ന ജേണൽ എൻട്രി എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എൻട്രീസ് ഇടാൻ മറന്നു പോയാൽ അത്രയും എമൗണ്ട് വേരിയേഷൻ ഫൈനൽ അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിലായാലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലായാലും അവിടെ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ എൻട്രി കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അടുത്തത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് റീകൺസിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് റീകൺസിലേഷൻ. അപ്പോൾ റീകൺസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന്. അപ്പോൾ അതിൽ നമ്മൾ ബാങ്കാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്ക് മാത്രം റീകൺസിൽ ചെയ്താൽ പോരാ, നമ്മുടെ ബിസിനസ്സിലുള്ള അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളുണ്ട്. നമ്മൾ കടത്തിന് സാധനം വാങ്ങിയിട്ട് പിന്നീട് തരാമെന്ന് പറഞ്ഞ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ടെന്നുള്ളത് നോക്കണം. നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ കാണും. അപ്പോൾ ബാങ്കും അക്കൗണ്ട്സ് പേയബിളും അക്കൗണ്ട്സ് റിസീവബിളും നമ്മൾ എന്ത് ചെയ്യണം? റീകൺസിൽ ചെയ്ത് വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? റീകൺസിൽ ചെയ്യണം. നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കുന്ന ആ സ്റ്റോക്ക് എത്രയാണോ അതേ സ്റ്റോക്ക് തന്നെയാണോ ഫിസിക്കലായിട്ട് ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റ് മെയിനായിട്ട് വരുന്നത് ഈ രണ്ട് കാര്യമാണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രീപെയ്ഡ് എൻട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എൻട്രി ഇടണം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എൻട്രിയൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഇടണം. അതേപോലെ തന്നെ ഈ വരുന്ന ഒരു എൻട്രിയാണ് പ്രീപെയ്ഡ് എൻട്രി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് മാസം റെൻ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ജനുവരിയിൽ നമ്മൾ എന്ത് ചെയ്തു? റെൻറ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ എൻട്രി ഇടുന്നത് എങ്ങനെയാണ്? റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് ആയിട്ട് കാണിക്കും. പക്ഷേ നമ്മൾ പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് റെൻറ്റ് അടച്ചു. ഒരു വർഷത്തേക്കുള്ള റെൻറ്റ് 12 മാസത്തേക്കുള്ള റെൻറ്റ് ഞാൻ എന്ത് ചെയ്തു? അഡ്വാൻസ് ആയിട്ട് അടച്ചു. അതായത് 1,20,000 രൂപ അഡ്വാൻസ് ആയിട്ട് അടച്ചു. അപ്പോൾ പ്രീപെയ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞിട്ട് പ്രീപെയ്ഡ് റെൻറ്റിനെ ഞാൻ എന്ത് ചെയ്തു? പ്രീപെയ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞാൽ അസറ്റാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു. 1,20,000 ആണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തത്. ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. ക്രെഡിറ്റ് ചെയ്തു 1,20,000. അപ്പോൾ ഈ ഒരു എൻട്രി എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം നമ്മൾ മുൻപ് ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീപെയ്ഡ് കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വീഡിയോ കാണണം. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസമായപ്പോൾ അല്ലെങ്കിൽ മാസം അവസാനമായപ്പോൾ റെൻറ്റ് കൊടുക്കണമല്ലോ. പക്ഷെ നമ്മുടെ റെൻറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫിസിക്കലായിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ തന്നെ ക്യാഷ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 1,20,000 നിന്നും ആണ് ഈ 10,000 രൂപ എന്ത് ചെയ്യേണ്ടത്? കുറയേണ്ടത്. അപ്പോൾ ആ എൻട്രി നമ്മൾ ഇടണം. അപ്പോൾ നമ്മൾ റെൻറ്റ് അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. 10,000 രൂപയാണ് കാണിക്കേണ്ടത്. ക്യാഷ് അല്ല കൊടുക്കേണ്ടത്. ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ആദ്യമേ തന്നെ മുൻകൂട്ടി കൊടുത്തതാണ്. അതായത് ഈ പറഞ്ഞ പ്രീപെയ്ഡ് റെൻറ്റ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ള ഈ ജേണൽ എൻട്രിയിലുള്ള ഈ പ്രീപെയ്ഡ് റെൻറ്റിൽ നിന്നും എന്ത് ചെയ്യണം? 10,000 രൂപ കുറഞ്ഞ് ഇവിടെ വരണം. അപ്പോൾ ഈ പ്രീപെയ്ഡ് റെൻ്റ് എന്ന് പറയുന്ന ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എൻട്രിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ പ്രീപെയ്ഡ് റെൻറ്റ് ക്രെഡിറ്റ് എന്ന് കാണിച്ചു 10,000. അപ്പോൾ ഈ ഒരു എൻട്രി ഇടുമ്പോൾ ഈ 1,20,000 എത്രയായി മാറും? 1,10,000 ആയിട്ട് മാറും. ബാക്കിയുള്ള 10,000 എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വന്നിട്ട് അത് തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ആവും. അപ്പോൾ ഇങ്ങനത്തെ പ്രീപെയ്ഡ് എൻട്രീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇടണം. പ്രീപെയ്ഡ് പോലെ തന്നെ പ്രധാനപ്പെട്ട എൻട്രിയാണ് ഔട്ട്സ്റ്റാൻഡിങ് എൻട്രീസ്. ഔട്ട്സ്റ്റാൻഡിങ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു സാലറി നമ്മൾ സ്റ്റാഫിന് കൊടുക്കാനുണ്ട്, പക്ഷേ കൊടുക്കാനുള്ള ഡേറ്റ് ആയി, പക്ഷേ നമ്മൾ സാലറി കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് എൻട്രീസ് ഉണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എൻട്രീസും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇടണം. അപ്പോൾ പ്രീപെയ്ഡ് എൻട്രീസും ഔട്ട്സ്റ്റാൻഡിങ് എൻട്രീസും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇടാനുണ്ടെങ്കിൽ പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിടുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ട്രയൽ ബാലൻസ്, നമ്മുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സിസ്റ്റത്തിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ സിസ്റ്റം തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരും. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ഈ ഒരു എൻട്രി
അത് പ്രകാരമായിരിക്കും ഈ അക്കൗണ്ട്സ് എല്ലാം എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക.